Hi friends, welcome to our channel Keen on Fire. Rotational motion കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അതിൻ്റെ ബേസിക്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ, എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r is revolving around one of its diameter with an angular velocity omega. ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഒമേഗയാണ്, റേഡിയസ് r ആണ്, സ്ഫിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കി. റൊട്ടേറ്റിംഗ് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. If it suddenly expands uniformly, മെല്ലെ അതങ്ങ് എക്സ്പാൻഡ് ചെയ്യുവാണ്, സോ ദാറ്റ് റേഡിയസ് ഇൻക്രീസസ് ടു n ടൈംസ്. അത് ചിലപ്പോൾ ചൂടാക്കുകയോ എന്തെങ്കിലും ചെയ്തപ്പോൾ അത് മെല്ലെ അങ്ങ് വികസിക്കുവാണ്. അത് മെല്ലെയല്ല, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തു, ബട്ട് യൂണിഫോംലി ഒരേമാതിരിയാണ് അത് വികസിച്ചത്. ഇത് n ബിക്കംസ്, അത് എത്രയാണ്, n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. റേഡിയസിൻ്റെ n ടൈംസ് അത് വികസിച്ചു. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി എന്തായി മാറും? അപ്പം നമുക്കറിയാം, ഇങ്ങനത്തെയുള്ള കേസ് വരുമ്പോൾ നമുക്ക് രണ്ട് കേസാണ്. ഐദർ കൈനറ്റിക് എനർജി സെയിം ആക്കാം, അല്ലെങ്കിൽ മൊമെൻറ്റം സെയിം ആക്കാം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇവിടെ നമുക്ക് റൊട്ടേഷണൽ ബോഡി ആയതുകൊണ്ട് റൊട്ടേഷണൽ മൊമെൻറ്റം കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ മൊമെൻറ്റം. ആക്ച്വലി ഇപ്പുറത്താണ് റൊട്ടേഷൻ മൊമെൻറ്റം കൺസർവേഷൻ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, റൊട്ടേഷൻ മൊമെൻറ്റം എന്താ, നമ്മുടെ എൽ ഇസിക്കലും നോർമലി നമ്മൾ മറ്റേ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി. ഹിയർ ഇൻ ദ കേസ് ഓഫ് മാസ് റൊട്ടേഷൻ മോഷനിൽ മാസ് എന്ന് പറയുന്നത് ഐ ആയിരിക്കും, ഇ എന്ന് പറയുന്നത് ഒമേഗ ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താലും മതി, ഇല്ലെങ്കിൽ തന്നെ ഐ ഒമേഗ ഓർമ്മയുള്ള ആൾക്കാർ ഐ ഒമേഗ. സോ ദാറ്റ് മീൻസ് ഐ ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു ഐ ഫൈനൽ. ഐ അല്ല, എൽ ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു എൽ ഫൈനൽ. ദാറ്റ് മീൻസ് എന്ത് വരും, I1 omega 1 ഇൻഷ്യലാണെന്ന് കരുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു I2 omega 2. ഇനി ഇൻ ദ കേസ് ഓഫ് എന്താണ്, സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ I ഈസ് ഈക്വൽ ടു 2/5 mr². അപ്പോൾ മാസ് ഈ രണ്ട് കേസിലും സെയിം ആണ് അല്ലേ? അപ്പോൾ കേസ് 1 I1ൻ്റെ കേസിൽ 2/5 ഇൻറ്റു m ഇൻറ്റു r² എന്ന് വിചാരിക്കാം. ഫസ്റ്റ് കേസിൽ r². ഇനി എന്താ പറയണേ, സെക്കൻഡ് കേസിൽ ഒമേഗ ഈസ് ഒമേഗ 1 ഇറ്റ് സെൽഫ്. സെക്കൻഡ് കേസിൽ I2ൻ്റെ കേസിലും ഇതേമാതിരി തന്നെ സ്ഫിയർ തന്നെയാണ്. സോ 2/5 m സെയിം ആണ്. r എന്തായി മാറി, r ബിക്കംസ് ഇറ്റ് സഡൻലി എക്സ്പാൻസ് n ടൈംസ് ഒറിജിനൽ വാല്യൂ. സോ അവർ r2 എന്ന് പറയുന്നത്, ഹിയർ അവർ r2 ബിക്കംസ് n ടൈംസ് r1. അപ്പോൾ ഇത് r ആയിട്ട് എടുക്കുവാണെങ്കിൽ r2 ബിക്കംസ് n ടൈംസ് r. എന്തോ r ആയിരുന്നു, അത് രണ്ടാമത്തെ കേസിൽ n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്ററിലേക്ക് മാറി. സോ ഇറ്റ് ബിക്കംസ് n r ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് 2/5 ഇൻറ്റു m ഇൻറ്റു n² r². ഇത്രയും മനസ്സിലായല്ലോ? അതാണ് കേസ് 2. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I1 W1 എന്ത് വരും? I1 എന്ന് പറഞ്ഞാൽ 2/5 m ഇൻറ്റു r² ആയിട്ട് എടുക്കുകയാണെങ്കിൽ I2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2/5 m ഇൻറ്റു n² ഇൻറ്റു r². ഇവിടുത്തെ ഒമേഗ 1 ഉണ്ട്, ഇവിടെ ഒമേഗ 2. ഇനി നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാം. 2/5 ക്യാൻസൽ ചെയ്യാം, m സെയിം ആണ്, m ക്യാൻസൽ ചെയ്യാം, r² സെയിം ആണ്, ഇവിടെ ഒരു r² വേറെ ഉണ്ട്. അത് ആക്ച്വലി n² ആണ്, n² r² ആണ്, അത് വെട്ടാൻ പറ്റില്ല. സോ ബാലൻസ് വന്ന് ഒമേഗ 1 ഈസ് ഈക്വൽ ടു n² ഇൻറ്റു ഒമേഗ 2. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഒമേഗ 2 ആണ് ചോദിച്ചേക്കുന്നത്. ഒമേഗ 2 എന്ന് പറഞ്ഞാൽ ഒമേഗ 1/n². ഒമേഗ 1 തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ഒമേഗ 2. അപ്പോൾ ഈ ഒമേഗ 1 ഒമേഗ ആയിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് omega/n². ഫസ്റ്റ് കേസിലെ ഒമേഗേനേക്കാളും omega/n² ആയിരിക്കും സെക്കൻഡ് കേസിൽ വരുന്ന ഒമേഗ. അതായത് അത് എക്സ്പാൻഡ് ചെയ്തു, എന്ത്, റേഡിയസ് n ടൈംസ് എക്സ്പാൻഡ് ചെയ്താൽ ഒമേഗ ബിക്കംസ് omega/n². സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? സിമ്പിൾ. കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരേ ബോഡി തന്നെയാണ്, അത് എക്സ്പാൻഡ് ചെയ്തു, അതുകൊണ്ട് അതിന് മാസ് സെയിം ആയിരിക്കും. ഐ എന്ന് പറയുന്ന സ്ഫിയർ ആയതൊരു 2/5 mr² ആണ്. അത് രണ്ട് കേസിലും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ഐ ഒമേഗ. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ലേഷൻ മോഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ്റെ കേസിൽ വരുമ്പോൾ മാസിൻ്റെ വെലോസിറ്റിയാണ്. അത് നമ്മുടെ റൊട്ടേഷണൽ കേസിൽ വരുമ്പോൾ ഐ ഇൻറ്റു ഒമേഗയാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും.
നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. 2014 കീമിലെ ഒരു പ്രോബ്ലമാണ്. ദ ടോട്ടൽ എനർജി ഓഫ് എ സോളിഡ് സ്ഫിയർ, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഓഫ് മാസ് 300 gram, വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 5 meter/second along a straight line. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു സോളിഡ് സ്ഫിയർ ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് പോവുകയാണ്, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ കേസ് പ്യുവർ റോളിംഗ് കേസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി, ടോട്ടൽ എനർജി, അപ്പം ഇതിൻ്റെ പൊസിഷൻ മാറിയിട്ടില്ല, ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി അതിന് മാറുന്നില്ല. സോ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കാണേണ്ടത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. കൈനറ്റിക് എനർജി ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ നമുക്കറിയാം 12 mv². റൊട്ടേഷൻ്റെ കേസിൽ എന്ത് വരും? 12 I⍵². റൊട്ടേഷൻ മോഷൻ്റെ കേസിൽ 12 I⍵² വരും. ഇത് നമുക്ക് സ്ഫിയറിൻ്റെ കേസ് ആകുമ്പോൾ നമ്മുടെ ഐ എത്രയാണ്? ഐ ഓഫ് സ്ഫിയർ അല്ലേ പറയുന്നത്, സോളിഡ് സ്ഫിയർ ആണ്. I = 2/5 mr². 2/5 mr² ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഒമേഗ വി നോ ദാറ്റ് V = r⍵. സോ ഒമേഗ = P/r. അപ്പോൾ ഇത് രണ്ടും റൊട്ടേഷൻ പ്യുവർ റോളിംഗ് കേസ് ആയതുകൊണ്ട് V സെൻറ്റർ ഓഫ് മാസ് = V റൊട്ടേഷൻ. ദാറ്റ് ഈസ് ഇതെല്ലാം V തന്നെ ആയിരിക്കും. സോ ഹിയർ V, ഇവിടുത്തെ V നമുക്ക് സെയിം ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ റോളിംഗ് കേസിൽ നമ്മുടെ പ്രോപ്പർട്ടി അതാണ്. അതായത് റൊട്ടേഷണൽ മോഷൻ നമ്മൾ പറഞ്ഞു, സെൻറ്റർ ഓഫ് മാസിൻ്റെ കൂടെ, അതായത് 2 ടൈപ്പ് ഓഫ് വെലോസിറ്റിയാണ് നമ്മളൊരു റൊട്ടേഷണൽ മോഷനിൽ കാണുന്നത്. അത് വെലോസിറ്റി, സെൻറ്റർ ഓഫ് മാസ്, അത് എല്ലാ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും. പിന്നെ നമ്മുടെ റൊട്ടേഷണൽ മോഷൻ, അതായത് r⍵, അതായത് റൊട്ടേഷണൽ മോഷൻ, വെലോസിറ്റി റൊട്ടേഷൻ, അതെന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻജൻഷ്യലായിരിക്കും. ഇങ്ങനെ ഇതിങ്ങനെ വരും, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും, കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണല്ലോ, ഇതിങ്ങനെ പോകും, ഇതിങ്ങനെ വരും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പ്യുവർ റോളിംഗ് കേസിലാണെങ്കിൽ ഈ VR ഇത് VCM ആണ്, ഇത് VR ആയിരിക്കും. VR = r⍵. സോ ഹിയർ പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ VCM = VR, അല്ലെങ്കിൽ VCM എന്ന് പറയുന്നത് r⍵ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും സെയിം വെലോസിറ്റി എടുത്തേക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് പ്യുവർ റോളിംഗ്, ലോഞ്ചിറ്റ്യൂഡൽ വെലോസിറ്റി സെയിം ആസ് റോളിംഗ് വെലോസിറ്റി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലോ. 12 mv² പ്ലസ് 12 I എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? I is 2/5 mr². പിന്നെ ω² നമുക്ക് എങ്ങനെ എഴുതാം? P²/r². ഇനി വെട്ടിക്കളയാൻ പറ്റുന്നെങ്കിൽ വെട്ടിക്കളഞ്ഞാലോ. ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി എഴുതുവാണേ. ഇറ്റ് ഈസ് 12 mv² പ്ലസ് ഈ രണ്ടും വെട്ടാം, എഗെയിൻ ഒരു r² വെട്ടാം. എത്ര വന്നു? 1/5 mv² അല്ലേ, mv². ഇനിയിപ്പോൾ നമുക്ക് mv² കോമൺ ആയിട്ട് എടുക്കാമല്ലോ. mv² × 1/2 പ്ലസ് 1/5. അതിൻ്റെ LCM എടുത്തേ. mv² × LCM is 10, 5 + 2. അപ്പോൾ ദാറ്റ് ബിക്കംസ് 7/10 mv². ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 7/10 × എത്ര m തന്നേക്കുന്നത്? വാല്യൂ ഓഫ് m ഹിയർ ഈസ് 300 gram. സോ m = 300 gram. ഉടനെ തന്നെ അതിനെ നമ്മുടെ കെ ജിയിലേക്ക് ആക്കുക. 300 / 1000 kg. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി ഇസ് ഗിവൺ ആസ് 5 meter/second. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m എത്രയാ? 300 / 1000 ഇൻറ്റു v² എത്ര വരും? 5 × 5. ഇനി വെട്ടിക്കളയാം. ഒരു 10ൻ്റെ 0 വെട്ടി, ഇവിടെ വെട്ടി. സോ ഹിയർ ഈസ് 100. 5 I 2 10 20 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ എത്ര വരും? I 4 20. സോ 7 3 എത്രയാണ്? 21/4 ആണ് ആൻസർ. സോ അങ്ങനെയല്ല, പോയിന്റിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 21 എത്രയായിട്ടേ 4 അല്ലേ, 4. അപ്പോൾ ഇറ്റ് ഈസ് 1 പോയിൻ്റ് ഇട്ടു, 10 ഇട്ടു, 4 8 20. സോ 5.25. സോ ആൻസർ ഈസ് 5.25. കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ദ യൂണിറ്റ് ഈസ് ജൂൾസ്. 5.25 joules. ഓക്കെ, ആൻസർ ഈസ് സെയിം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഐദർ വി ഹാവ് ടു
ഫൈൻ ചിലപ്പോൾ മൊമെൻറ്റം ആയിരിക്കും, ചിലപ്പം കൈനറ്റിക് എനർജി ആയിരിക്കും. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇല്ല. കാരണം ഇത് ഏതെങ്കിലും ഹൈറ്റിലേക്കൊക്കെ പോകുമായിരുന്നെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് കണ്ടുപിടിക്കായിരുന്നു. ഹൈറ്റിലൊന്നും പോയിട്ടില്ല, ഇത് സെയിം സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുകയാണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ലോഞ്ചിറ്റ്യൂണൽ മോഷൻ, കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ. ലോഞ്ചിറ്റ്യൂണൽ മോഷൻ നമുക്കറിയാം ഹാഫ് mv², അതിനെ തന്നെ റൊട്ടേഷണൽ മോഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഹാഫ് ഇൻറ്റു i⍵². ബിക്കോസ് നമുക്കറിയാം മാസ് ഇൻറ്റു മൊമെൻറ്റം അല്ലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് mv². എമ്മിൻ്റെ കേസിൽ റൊട്ടേഷണൽ കേസിൽ വരുമ്പോൾ m ബിക്കംസ് i, ഒമേഗ വെലോസിറ്റി ബിക്കംസ് ഒമേഗ. സോ ദാറ്റ് ഈസ് ω². ഇതിങ്ങനെ തന്നെ എഴുതുക. i⍵ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സ്ഫിയറിൻ്റെ കേസിലായതുകൊണ്ട് ഇറ്റ് ഈസ് എന്താണ് 2/5 mr² കൊടുക്കുക. v നമുക്ക് പ്യുവർ റോളിംഗ് കേസ് ആയതുകൊണ്ട് ഈ രണ്ട് വെലോസിറ്റി സെയിം ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസിലൂടെ അതായത് ലോഞ്ചിറ്റ്യൂണൽ വെലോസിറ്റി സെയിം ആസ് റൊട്ടേഷണൽ വെലോസിറ്റി. അപ്പോൾ അത് രണ്ടും നമുക്ക് സെയിം ആക്കി എടുത്താൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അത് വെട്ടിച്ചുരുക്കി നമുക്ക് വിൽ ഗെറ്റ് ആൻ ആൻസർ ആസ് 5.25 joules. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക, ചെയ്ത് പഠിക്കുക, സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വരണം, നമുക്കെല്ലാം ചെയ്യാൻ കിട്ടും എന്ന മനസ്സിൽ തന്നെ ധൈര്യം വെച്ചിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം 2000 ജസ്റ്റ് എൻ്റെ ഏത് ഇയറിലാണെന്ന് ഞാൻ നോക്കിക്കോട്ടെ. ജസ്റ്റ് മിനിറ്റ്. 2023 ഒരു പ്രോബ്ലമാണ്. കീം 2023. ഇത് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എ റിംഗ് ഓഫ് റേഡിയസ് 1.75 meters സ്റ്റാൻഡ്സ് വെർട്ടിക്കലി. ഒരു റിംഗ് ഇങ്ങനെ വെർട്ടിക്കലി നിൽപ്പുണ്ട്. എ സ്മോൾ സ്ഫിയർ ഓഫ് mass 1 kg rolls on the inside of the ring without slipping. അതായത് പ്യുവർ റോളിംഗ് കേസാണ്, വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, it has a velocity of 10 meter per second at the bottom of the ring. Then its velocity when it reaches the top. അപ്പോൾ ഇത് നമുക്ക് ഫിഗർ നോക്കാം. എന്താ പറയുന്നത്, ഒരു റിങ് ഉണ്ട്, ഒരു റിങ്. ഓക്കെ, ഒരു റിങ്ങിൽ ഇങ്ങനെ ഒരു റിങ്ങിൻ്റെ വെലോസിറ്റി അല്ല ഡയമീറ്റർ എത്രയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു റിങ് ഉണ്ട്, അതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദ റേഡിയസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 1.75 meters. പിന്നെ പറഞ്ഞേക്കുന്നത് അതിനുള്ളിൽ ഒരു ചെറിയ സ്ഫിയർ ഇങ്ങനെ വിത്തൗട്ട് സ്ലിപ്പിങ്ങിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഫിയർ, ഒരു കുഞ്ഞു ബോള് ഈ റിങ്ങിനകത്തൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അത് ഇവിടെ വരുന്നു. ഓക്കെ, ആ സെയിം റിങ് തന്നെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിങ്. അതിൻ്റെ വെലോസിറ്റി ബോട്ടം ഓഫ് ദ റിങ്ങിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹിയർ ദ വെലോസിറ്റി അറ്റ് ബോട്ടം. സോ ലെറ്റ് ഇറ്റ് ബി വെലോസിറ്റി അറ്റ് ബോട്ടം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് ബോട്ടം ഇറ്റ് ഈസ് ഗിവൺ as 10 meter per second. then its velocity when it reaches the top. വെലോസിറ്റി അറ്റ് ടോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ടോട്ടൽ എനർജി അറ്റ് ടോപ്പ് ഈസ്, കാരണം ഇത് വിത്തൗട്ട് സ്ലിപ്പിംഗ് വിത്തൗട്ട് റോളിംഗ് കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ടോട്ടൽ എനർജി അറ്റ് ടോപ്പ് ഈസിക്കൽ ടോട്ടൽ എനർജി അറ്റ് ബോട്ടം. ടോട്ടൽ എനർജി അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി, ബോളിൻ്റെ കൈനറ്റിക് എനർജി എന്താണ് ടോപ്പിൽ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ മോഷൻ പ്ലസ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ടോപ്പ്. അതെത്ര വന്നു എന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഇങ്ങനെ തന്നെ ഇവിടെ എഴുതാം അല്ലേ. ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i⍵² പ്ലസ് ഹാഫ് ഇൻറ്റു ട്രാൻസ്ലേഷൻ അറിയാമല്ലോ mv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്ര mgh. അപ്പോൾ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്, മാസ് ഈ കുഞ്ഞു ബോളിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 kg. വി നോ ജി ഈസ് ടേക്കൺ as g 10 meter per second square എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഹൈറ്റ് ഹിയർ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് ഈ ഗ്രൗണ്ട് ലെവലാണ് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ബോൾ അറ്റ് ടോപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.75 × 2 ഡയമീറ്റർ അല്ലേ വരിക. സോ ദാറ്റ് ബിക്കംസ് 3.5 meters അല്ലേ. ഓക്കെ 3.5 meters. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3.5. സോ അവർ പൊട്ടൻഷ്യൽ എനർജി ടോപ്പ് ബിക്കംസ് mgh എന്ന് പറയുമ്പോൾ എത്ര വരും, 1 × 10 × 3.5 ഇറ്റ് ബിക്കംസ് 35 joules വന്നു. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി അങ്ങനെ കിടക്കട്ടെ. ഹാഫ് ഇൻറ്റു അല്ലേ എം എത്രയാണ് വന്നിരിക്കുന്നത് 1 kg അല്ലേ. അപ്പോൾ അതും വേണമെങ്കിൽ ഇതെന്താണിത്, ചെറിയൊരു
സ്മോൾ സ്ഫിയർ ആണ്. സോ ഐ ബിക്കംസ് എത്രയാണ്? ഐ എന്ന് പറയുന്നത് 2/5 mr². സോ വി നോ ദാറ്റ് എം എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ ആർ അങ്ങനെ തന്നെ എഴുതാം, ആറ് പിന്നെ മാറ്റാം. 2/5 ഇൻറ്റു എം ബിക്കംസ് 1r². So it is 2/5 into 2/5 into r² plus half m same തന്നെയല്ലേ. സോ ഇറ്റ് ബിക്കംസ് v², r² കഴിഞ്ഞു, അതാണ് ഐ ഇൻറ്റു ഒമേഗ² ഉണ്ട്. ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ v is equal to r omega. So our omega is equal to v/r. സോ ഒമേഗ² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? v²/r² പ്ലസ് ഹാഫ് ഇൻറ്റു എം 1 തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mv², ഹാഫ് v² പ്ലസ് mgh. നമുക്കിവിടെ എത്ര കിട്ടിയത്? 35. സോ ഇതിൽ വെട്ടിക്കളയാവുന്നതൊക്കെ വെട്ടിക്കളയാം, ഡിസ്റ്റൻസ് എടുക്കുക, ഈ r² വെട്ടാം. സോ എത്ര വന്നു നമുക്ക്? v²/5 പ്ലസ് v²/2 പ്ലസ് 35. സോ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 35 പ്ലസ് 1/2 പ്ലസ് 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM is 10, 5 plus 2. സോ ഇറ്റ് ബിക്കംസ് 7/10. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ 7/10 v². ഇതാണ് എന്ത്? നമുക്ക് കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ്. ടോട്ടൽ എനർജി അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ടോട്ടൽ എനർജി അറ്റ് ടോപ്പ്. ഓക്കെ, ഇനി ടോട്ടൽ എനർജി അറ്റ് ബോട്ടം. ബോട്ടം കേസിൽ നമുക്ക് ഇതേമാതിരി തന്നെ വരത്തില്ലേ? ഇതേമാതിരി തന്നെ വരും, ബട്ട് ഒമേഗ ഈസ് ഡിഫറെൻറ്റ് ഹിയർ. അപ്പോൾ ഇത് വി ആയിട്ട് എടുക്കാം, നമുക്ക് ബോട്ടം നമുക്ക് v1 ആയിട്ട് എടുക്കാം. സോ സെയിം കേസ് വരും, കാരണം അവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കൈനറ്റിക് എനർജി റോളിംഗ് പ്ലസ് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ. ഈ സെയിം വാല്യൂ, സെയിം ഇക്വേഷൻ, സെയിം മാസ് വരും, ബട്ട് വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7/10 v²² ആയിരിക്കും. ഇനി അതാണ് വെലോസിറ്റി ബോട്ടം. എന്ത് വെലോസിറ്റി നമുക്ക് തന്നേക്കുന്നത്? വെലോസിറ്റി അറ്റ് ബോട്ടം തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 35 പ്ലസ് 7/10 വെലോസിറ്റി അറ്റ് ടോപ്പ്, ലെറ്റ് ഇറ്റ് ബി ടി, അല്ലെങ്കിൽ ടോപ്പ് എന്ന് തന്നെ എഴുതാം അല്ലേ, മാറിപ്പോവേണ്ട. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 7/10 v2. നമുക്ക് എത്ര വെലോസിറ്റി അറ്റ് ബോട്ടം അല്ലെ v2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത് ഇറ്റ് ഈസ് 10 അല്ലേ? 10 ഇൻറ്റു 10 ഇതൊക്കെ വെട്ടിക്കളയുക. സോ ഇറ്റ് ഈസ് 7/10 v എന്ന് പറയുന്നത് 70 minus 35 is equal to 35. So here v² ആണ്. 7/10 v², 7/10 v² ആണ്. അപ്പം സോ v² is equal to 35 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 7. എത്ര വരും? 7 × 35. സോ we know v² is equal to 50. So v is equal to √50. √50 ഇവിടെ √50 ആയിട്ട് വന്നിട്ടില്ല. സോ നമുക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ 5 ഇൻറ്റു 2 അല്ലേ, 25. സോ 5√2 m/s. 5√2 m/s ആണ് നമുക്കുണ്ടോ ഇതിനകത്ത്? ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ഇ. അപ്പോൾ സിമ്പിളാണ്. ഈ ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഇതിനകത്ത് ഈ സാധനം ബോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടം ഉണ്ട്, ടോപ്പ് ഉണ്ട്, ടോട്ടൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ എനർജി ടോപ്പ് ഇസിക്കൽ കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറഞ്ഞ പോലെ കൺസർവേഷൻ ഓഫ് ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കുക. കൺസർവേഷൻ ഓഫ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇത് താഴെയും മുകളിലും. ഇപ്പോൾ ഒരേ പ്ലെയിനിലായിരുന്നെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വരത്തില്ല. പക്ഷേ ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിലും ആയതുകൊണ്ട് എന്താകും? അല്ലെങ്കിൽ രണ്ട് കേസ് വരുമ്പം, കേസ് ഫസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ടോപ്പിലാണ് വരുന്നതെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി കൂടെ അതിനകത്ത് വരും. ഇവിടെ വരുമ്പോൾ വരത്തില്ല, കാരണം 0 ആണ്. സോ ടോപ്പിൽ നമ്മളെല്ലാം ഇക്വേറ്റ് ചെയ്യുക, ടോപ്പിലെല്ലാം കണ്ടുപിടിക്കുക, ദെൻ ബോട്ടം. പിന്നെ ഇത് ഈ പറഞ്ഞ മാതിരി റോളിംഗ് മോഷൻ, പ്യുവർ റോളിംഗ് മോഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ റോളിംഗ് മോഷൻ ഉള്ളതുകൊണ്ട് അതിന് ലോഞ്ചിറ്റ്യൂണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഉണ്ടാവും. ട്രാൻസ്ലേഷനും ഉണ്ടാവും, റൊട്ടേഷനിലും ഉണ്ടാവും. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ i⍵². അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓരോന്ന് കണ്ടുപിടിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. സ്ഫിയർ ആയതുകൊണ്ടാണ് നമ്മൾ 2/5 എടുത്തത്. mgh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. m തന്നിട്ടുണ്ട് 1, g എന്ന് പറഞ്ഞാൽ നമുക്ക് 10 എടുക്കാം, h എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ്, താഴെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ്. അത് വെച്ചിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ച് ഇത് ഇക്വേറ്റ് ചെയ്തു. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ആൻ ആൻസർ v is equal to 5√2. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും, ഇനി ഒരു പ്രോബ്ലം ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
2019 ക്വസ്റ്റ്യൻ ആണ്. ദ റേഡിയസ് ഓഫ് ദ എർത്ത് സഡൻലി ഡിക്രീസസ് ബൈ ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ഹാഫ് ആണ്. ദെൻ ദ ഡ്യൂറേഷൻ ഓഫ് 1 day വിൽ ബി. അപ്പം നമ്മൾ എർത്തിൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ ശരിക്കും എർത്ത് കറക്റ്റ് സർക്കിൾ സ്ഫിയർ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ സ്ഫിയർ. എന്താ പറഞ്ഞേക്കുന്നത്? എർത്തിൻ്റെ റേഡിയസ് ഫസ്റ്റ് R1 ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കേസ് 2-ൽ ഇറ്റ് ബിക്കംസ് എന്തായി? റേഡിയസ് വളരെ ചുരുങ്ങി എന്തായി മാറി? റേഡിയസ് ബിക്കംസ് ഹാഫ്. R2 = I/R2. അപ്പം നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എടുത്തു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് റൊട്ടേഷൻ റൊട്ടേഷണൽ മോഷൻ അല്ലേ, സ്ഫിയർ അല്ലേ? അപ്പോൾ കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ മൊമെൻറ്റം കേസ് എടുത്തു കഴിഞ്ഞാൽ L ഇനിഷ്യൽ = L ഫൈനൽ. L ഇനിഷ്യൽ എന്താ വരിക? I⍵. അതായത് മൊമെൻറ്റം P = mv. സോ ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ഇറ്റ് ഈസ് L എന്നാ പറയുക. L മാസിന് വരെ I എടുക്കാം, വിക്ക് വരെ ഒമേഗ എടുക്കാം. ദാറ്റ്സ് അപ്പോൾ സോ I⍵ ഇനിഷ്യൽ = I⍵ ഫൈനൽ. I എന്താ? നമുക്ക് സ്ഫിയറിൻ്റെ കേസിൽ I ബിക്കംസ് 2/5mr². സോ ഇവിടുത്തെ കേസിൽ എന്ത് വരും? I = 2/3 × m × R. എന്താ പറഞ്ഞത്? ഇനിഷ്യൽ കേസിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി R ഇനിഷ്യലിന് വരെ ഞാൻ R1 എടുക്കുകയാണ്. ദാറ്റ് മച്ച് സ്ക്വയർ ഇൻറ്റു ω1². ഇനി ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്താ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അവർ അല്ലേ, ടൈം പീരീഡ് അല്ലേ പറഞ്ഞേക്കുന്നത്. സോ ω = 2π/T. T1 എടുക്കാം. സോ ഇറ്റ് ഈസ് 2π/T1. അതാണ് എന്ത്? ഇനി ഫൈനലിൽ എന്ത് എഴുതാം? ഫൈനലിൽ ഇതുപോലെ തന്നെ 2/3 I സെയിം അല്ലേ? 2/3 I വന്നിട്ട് മാസ് സെയിം ആണ്, ബട്ട് റേഡിയസ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? റേഡിയസ് റെഡ്യൂസ്ഡ് ടു സോ R2 = R1/2. റേഡിയസ് അങ്ങ് പകുതിയായി ചുരുങ്ങി. സോ നമ്മുടെ ഈ R1ൻ്റെ കേസിൽ ഇവിടെ എന്ത് എഴുതണം? R2² അല്ലെങ്കിൽ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് R2 എഴുതണോ? എന്നാൽ R2 എഴുതാം. R2² × 2π. T എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ദേ ആർ ആസ്കിങ് ഈസ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് T2. T1 നമുക്കറിയാം എത്ര ടൈം പീരീഡ് ആണ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഭൂമിക്ക് ഇറങ്ങി വരാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 24 hours. അത് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ദിവസത്തിൻ്റെ ടൈമാണ് 24 hours. ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് T1. അപ്പോൾ ഇതിനകത്ത് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ കളയാം. 2/3 കളഞ്ഞു, m കളഞ്ഞു, 2/3 കളഞ്ഞു, m കളഞ്ഞു. ഇനി ഇവിടെ 2π ഉണ്ട്, ഈ 2π കളയാം. ഇനി R2ന് R1 ഉണ്ട്. R1²/T1 = R2²/T2. ഇനി നമുക്കറിയാം R2 = R1/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1² R1²/T1 = R2ന് വരെ നമുക്ക് R1²/2ൻ്റെ സ്ക്വയർ എത്ര? 4T2. ഇതിലൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ഈ 4ന് വരെ 2 എഴുതി വെക്കരുത്. ഇറ്റ് ഈസ് ആക്ച്വലി R1/2 the whole square. അപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ഇത് ക്യാൻസൽ ചെയ്യാം. സോ അവർ T2 ബിക്കംസ് ഈ T1 അങ്ങോട്ട് പോകില്ല. T1/4. വാട്ട് ഈസ് T1? T1 ഈസ് 24 hours ഡിവൈഡഡ് ബൈ 4. 24/4 എത്രയാണ്? 6 hour. അപ്പോൾ ഇതിൻ്റെ എർത്തിൻ്റെ റേഡിയസ് ഒന്ന് പകുതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് 6 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ദിവസം കഴിയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയസ്സൊക്കെ അങ്ങ് 4 ഇരട്ടിയായിട്ട് അങ്ങ് കൂടും അല്ലേ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 hours ഉള്ളൂ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെ എഴുതിയതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചെയ്ത് വരികയാണെങ്കിൽ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇത് മാത്രം ഓർത്താൽ മതി. കൺസർവേഷൻ ഓഫ് റൊട്ടേഷൻ മൊമെൻറ്റം. ചില കേസിൽ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആയിരിക്കും നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ചില കേസിൽ മൊമെൻറ്റം ആയിരിക്കും. മൊമെൻറ്റത്തിൻ്റെ വാല്യൂ L ആണ്. L = I⍵. ഇനിഷ്യൽ, I⍵ ഫൈനൽ. മാസ് ഒട്ടും മാറുന്നില്ല എർത്തിൻ്റെ. only thing is that റേഡിയസ് ആണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് യു സബ്സ്റ്റിറ്റ്യൂട്ട്. T1 ആണ് ചോദിച്ചേക്കുന്നത്. ഒമേഗ നമുക്ക് ഒമേഗ is 2π/T നമുക്ക് എടുക്കാം. T എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ 24 hours ഇൻ ദ കേസ് ഓഫ് എർത്ത്. അതേമാതിരി തന്നെ എന്ത് വന്നാലും നമുക്ക് ഇതേപോലെ ചെയ്യാം.
സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സമയമേ ഉള്ളൂ. ഫാസ്റ്റായി ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് തന്നെ പഠിക്കണം. നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പോയിന്റിൽ നമുക്ക് അതൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ചെയ്യാൻ വരുന്ന എല്ലാ പ്രോബ്ലംസും കണ്ടുപിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അറിയാതെ നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.